അതുപോലെ നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസസ് ഉള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുണ്ടാവുന്ന പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ മിക്കവാറും എല്ലാ കേസുകളിലും കാണുന്നതാണ്. ഒന്നീ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രം കറക്റ്റ് സമയത്ത് ഒഴിക്കാതെ പിടിച്ച് വെച്ച് അങ്ങനെ മീൻസ് ഓഫീസിൽ പോകുമ്പോഴോ സ്കൂളിൽ പോകുമ്പോഴോ അങ്ങനെയെല്ലാം നമ്മൾ അങ്ങനെ പിടിച്ച് വെക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാകുന്ന സംഭവമായിട്ട് വരാറുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കറക്റ്റ് വെള്ളം കുടിക്കുന്ന അളവ് കുറയുക, കറക്റ്റായിട്ട് കുടിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും സ്വാഭാവികമായിട്ടും ഈ ഇൻഫെക്ഷൻ റിലേറ്റഡ് സംഭവങ്ങൾ കാണാറുണ്ട്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു റിലേറ്റഡ് സംഭവങ്ങൾ ഉണ്ടാവാം. ഇനി അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കണക്ക് യൂറിനറി കാൽക്കുലൈ, അതായത് റീനൽ കാൽക്കുലൈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിലും ഈ കറക്റ്റ് നേരത്തെ പറഞ്ഞ കണക്ക് പെയിനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണോ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അത് ത്രൂ ഔട്ട് ആ മൂവ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന പെയിൻ ഇതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ തന്നെ പെയിൻഫുള്ളായിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്യുക, ഈ കല്ലൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള സമയത്ത് യൂറിനേഷൻ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അത് ചിലപ്പോൾ ഡ്രോപ്സ് മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ, അതുപോലും ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. കല്ല് പുറത്ത് പോകുന്ന സമയത്തും നല്ല പെയിൻഫുള്ളായിരിക്കും. സംടൈംസ് അത് ചെറിയൊരു ബ്ലീഡിങ്ങോട് കൂടിയായിരിക്കും കാണുന്നത്. അങ്ങനെ സിറ്റുവേഷൻസ് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ കേസുകളൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നിസാരം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളെ ഫുഡ്, നമ്മളെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്.